ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചീസ് ബോൾസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതും അതുപോലെ മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണിത്. അതിനായി ഞാനിവിടെ ഒരു 6 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി വേവിച്ച് സ്മാഷ് ചെയ്തെടുക്കാം. ഇതാ പൊട്ടാറ്റോ ഞാനിതുപോലെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് ഒറിഗാനോ ആണ്. നമുക്കൊരു 1/2 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, അതുപോലെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇതൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഞാനിവിടെ ഒരു കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായി കമ്പൈൻ ചെയ്തെടുക്കാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാകം. പൊട്ടാറ്റോ അധികം കുക്കാവരുത്. കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ വേണം നമ്മൾ ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, എനിക്കിവിടെ കറക്റ്റ് വേവാണ് കിട്ടിയിട്ടുള്ളത്. പൊട്ടാറ്റോ അധികം കുക്കായിനെങ്കിൽ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് റെഡിയായി കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ ചീസ് ക്യൂബ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ 4 പീസായിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസറല്ല ചീസ് എടുക്കാവുന്നതാണ്. മൊസറല്ല ചീസാണ് ഒന്നും കൂടി ബെറ്റർ. ഇത് ഇപ്പം എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതെടുത്തിട്ടുള്ളത്. അങ്ങനെ ചീസെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ചീസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ നേരത്തെ വേവിച്ച് മാഷ് ചെയ്ത പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, അതുപോലെ 2 മുട്ട കുരുമുളകും ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തതാണ് കേട്ടോ. ഇനി നമുക്ക് പൊട്ടാറ്റോ ഇതുപോലെ പരത്തിയെടുക്കാം. അതിലേക്ക് ഒരു പീസ് ചീസ് ക്യൂബ്സും കൂടി വെച്ച് കൊടുത്ത് ഇതുപോലെ ഷേപ്പാക്കിയെടുക്കാം. ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഉരുട്ടിയെടുക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിയിട്ട് വരുന്നതായിരിക്കും എണ്ണയിലിട്ട് കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനെല്ലാം ഇതുപോലെ ചെയ്തെടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ചീസ് ബോൾസ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മളിവിടെ കുക്ക് ചെയ്ത ഐറ്റംസാണ്, അതുകൊണ്ട് ഇതിൻ്റെ പുറമേയുള്ള ബ്രെഡ് ക്രംസ് മാത്രമേ കുക്കാവേണ്ട ആവശ്യമുള്ളൂ. വേഗം ആയി കിട്ടുന്നതായിരിക്കും. നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാകം. ഇനി നമുക്കിതിനെ കോരി മാറ്റാം. അങ്ങനെ ഞാനെല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. Thanks for watching.